എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പി ഉണ്ടല്ലോ. സവാളയൊന്നും വഴറ്റി സമയം കളയേണ്ട, ഒരു 10 മിനിറ്റിനകത്ത് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു കുക്കർ എടുക്കാം. കുക്കറിലേക്ക് സവാള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ സ്ലൈസ് ചെയ്ത് സവാള തന്നെ ചേർത്ത് കൊടുക്കണം, കാരണം അങ്ങനെ സവാള ചേർക്കുമ്പോൾ കറിക്കൊരു കൊഴുപ്പ് കിട്ടും. അതിപ്പോൾ ഏത് കറിയിലാണെങ്കിലും കേട്ടോ. അപ്പോൾ സവാള ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു അര തക്കാളി, പച്ചമുളക്, കറിവേപ്പില, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു അര ഗ്ലാസ് വെള്ളം ഒരുപാടാവണ്ട. ഇത് ഇത്രയും ചേർത്ത ശേഷം കൈവച്ച് നന്നായിട്ട് ഇതൊന്ന് ഞെരടി യോജിപ്പിക്കുക കേട്ടോ. അതിനുശേഷം കുക്കറിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 3-4 വിസിലൊക്കെ കേട്ടോട്ടെ. നമ്മുടെ സവാള നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം, അതുവരെ നമ്മൾ കുക്കറിൽ വിസിൽ ചെയ്യിപ്പിക്കുക. അതിനുശേഷം നമുക്കൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുകൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, ഒരു അര ടീസ്പൂൺ ഗരം മസാല, ഇത്രയും പൊടികൾ മാത്രം മതി. ഇത് നന്നായിട്ട് ചേർത്ത് പൊടികളുടെ പച്ചമണം മാറി പൊടികളൊന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സവാള ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ കുക്കർ കഴുകി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് വെള്ളം ഇതിൽ ചേർക്കാൻ പാടില്ല കേട്ടോ, കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഒരുപാട് ലൂസാക്കി കറി വെക്കേണ്ട. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കൊരു അരക്കപ്പ് തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക്, തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് തിളവരുന്ന സമയത്ത് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കറി ഇരുന്ന് തണുക്കും തോറും ഇത് കുറുകി വരും കേട്ടോ. അപ്പോൾ പൂരിക്കും അപ്പത്തിനും ദോശയ്ക്കും എല്ലാത്തിൻ്റെ കൂടെയും കോമ്പിനേഷനായിട്ട് പോകുന്ന ഈ ഒരു റെസിപ്പി സിമ്പിൾ റെസിപ്പിയാണല്ലോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.